ശ്രീ വി.പി. മുസ്തഫ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2021 ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച പ്രകടന പത്രികയുടെ 45ാമത്തെ ഐറ്റം സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി ഉയർത്തും. അങ്കണവാടി, ആശ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും തുടങ്ങിയവയാണ്. അപ്പോൾ ആശാ വർക്കർമാരുടെ, എല്ലാ സ്കീം വർക്കർമാരുടെയും വേതനം ഉയർത്തും എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 4 കൊല്ലം മുൻപ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച വാഗ്ദാനമാണ്. നിങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത്. ശ്രീ വി.പി. മുസ്തഫ കേൾക്കുന്നില്ല. അഭിലാഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ 8 വർഷവും വളരെ മാതൃകാപരമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. പ്രകടന പത്രികയിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തെ വെറും നേരം പോക്കല്ല, അത് നടപ്പിലാക്കാനുള്ളതാണ് എന്ന കൃത്യമായ തിരിച്ചറിവോടുകൂടി അതൊരു പ്രാക്ടീസായിട്ട് അങ്ങനെ നൽകിയ വാഗ്ദാനം നടപ്പിലാക്കുക, അത് വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോരുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതിൽ യാതൊരു തർക്കവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് നേരത്തെയും കണ്ടിട്ടുണ്ട്, ഇനിയും നമുക്കത് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ മുന്നിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഇപ്പോഴത്തെ സ്ഥിതി നേരത്തെ അഭിലാഷ് ഉൾപ്പെടെ നമ്മൾ ഈ ഫ്ലോറിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പല സന്ദർഭങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് 2021 എഴുതി വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ അതേ തുകയിലേക്ക് എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും 2021 ഈ പ്രകടന പത്രിക ഇറങ്ങിയതിന് ശേഷം 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. ഇപ്പൊ ക്ഷേമ പെൻഷൻ ആവട്ടെ, മറ്റ് ഈ പറഞ്ഞ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളാവട്ടെ, 2021 ശേഷം ഇപ്പോ ഇത് 4ാമത്തെ കൊല്ലമാണ്, 5ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുന്നു. 4 കൊല്ലം കഴിഞ്ഞു, 1 രൂപ പോലും കൂടിയിട്ടില്ല. ഫെബ്രുവരി 7-ാം തീയതി ബജറ്റ് അവതരിപ്പിച്ച് അതിനുശേഷം ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ, നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു, ആ മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ഈ ചോദ്യങ്ങൾ വന്നിരുന്നു. എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട LDF ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം അതാണല്ലോ, അത് പ്രതിമാസം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത്. എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ചതുപോലെ ഒരു 100 രൂപയുടെ പോലും വർധന 1600 എന്നുള്ളത് വർദ്ധിച്ചില്ല എന്നുള്ളത് അദ്ദേഹം അവിടെ പറഞ്ഞല്ലോ. ഈ ബജറ്റിലൂടെ സംസ്ഥാനത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയുടെ കൃത്യമായ ചിത്രം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് നൽകുക എന്നുള്ളതാണ്. അത് തന്നെ ചില മാസങ്ങളിൽ ഇടക്ക് മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കൃത്യമായിട്ട് കൊടുക്കുന്നതിനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കുക. വെറുതെ വീൺവാക്കുകൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, കൊടുക്കാൻ വേണ്ടി തന്നെ കഴിയണം. ഇപ്പൊ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നേരത്തെ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ എല്ലാ നിരക്കുകളും വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ അതിനുശേഷം നിലവിൽ കൊടുക്കുന്നത് തന്നെ ചില മാസങ്ങളിൽ മുടങ്ങുന്ന സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് അത് പരിഹരിക്കുക. അതിലിപ്പോ ഞങ്ങൾ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷൻ ഇപ്പൊ 1 വർഷമായിട്ട് മുടങ്ങുന്നില്ല. സർക്കാരിന് പറയാൻ പറ്റുന്ന മറുപടിയാണോ? ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഇപ്പോ കൊടുക്കാൻ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ കൊടുക്കുന്നതെങ്കിലും എങ്ങനെയെങ്കിലും കൊടുത്തോട്ടെ എന്നുള്ളതാണെങ്കിൽ ഇപ്പൊ ഈ സമരം തുടങ്ങി ശേഷമാണ് ഇപ്പോ 3 ഗഡുക്കൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കാണണം. അപ്പോൾ സമരത്തിന് മുൻപ് കുടിശ്ശികയായിരുന്നു, കുടിശ്ശിക തീർക്കാനെങ്കിലും തയ്യാറായത് ഈ സമരത്തെ തുടർന്നാണ് എന്ന വസ്തുത അവിടെ നിൽക്കുന്നു. അപ്പോൾ ഓരോ ജനവിഭാഗത്തിനും കുടിശ്ശികയായി ഇപ്പൊ കിട്ടുന്നതെങ്കിലും കിട്ടണമെങ്കിൽ സമരം ചെയ്യണം. 1 രൂപ കൂടുതൽ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പൈസയും ഇല്ല എന്നുള്ളതാണെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇതിനെയൊക്കെ സർക്കാരിന് മറ്റു കാരണങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, അത് ജനത്തിന് കൃത്യമായിട്ട് അവിടെയാണ് അഭിലാഷെ കാണേണ്ടത്. ജനത്തിന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. 2011-16 കാലത്ത് ഇതൊന്നും തീരെ കിട്ടിയിരുന്നില്ല. കുടിശ്ശികയാക്കി വെച്ചാൽ പോലും കൊടുക്കുമായിരുന്നില്ല, സമരം ചെയ്താലും കിട്ടുമായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോ കുടിശ്ശികയാകുന്നു 1-2 മാസം, ഏറ്റവും കൂടിയാൽ പഴയതുപോലെ 18 മാസമോ 12 മാസമോ കുടിശ്ശികയാകുന്നില്ല. അതിപ്പോ ചെറിയ മാസങ്ങൾ കുടിശ്ശികയാകുന്നു, ഉടനെ കൊടുക്കാൻ കഴിയുന്നു. ഇന്നത്തെ ദിവസം ഒരു പ്രഖ്യാപനം വന്നല്ലോ അഭിലാഷേ, KSRTCയിൽ എത്ര തവണ നമ്മൾ ചർച്ച ചെയ്തതാ ശമ്പളം മുടങ്ങുന്ന കാര്യം. അത് തന്നെ പലപ്പോഴും 2 ഗഡു ആകുന്നു, പല ദിവസങ്ങൾ വൈകുന്നു. ഇന്ന് കുറെ മാസങ്ങൾക്ക് ശേഷം KSRTCയിൽ ഇന്ന് ഈ മാസം മുതൽ ആദ്യത്തെ ദിവസം തന്നെ, മാസാദ്യം തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു.
ഇങ്ങനെ സർക്കാരിന്റെ കൃത്യമായ സാമ്പത്തിക അച്ചടക്കത്തിലൂടെയും വരുമാന വർധനവ് കേന്ദ്ര സർക്കാർ അവഗണിക്കുമ്പോഴും നമ്മുടെ തനത് വരുമാനത്തിലെ വർധനവ് ഉപയോഗിച്ച് ഓരോ മേഖലയിലെയും വരുമാനം വർദ്ധിപ്പിച്ച് അതത് മേഖലയിൽ തൊഴിലെടുക്കുന്ന ഈ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുക എന്ന സമീപനത്തിലേക്ക് അതാണ് സർക്കാരിന്റെ വിശദീകരണം.